എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവന്റെ പുസ്തകം എന്ന ആശയം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുന്ന ഒരു പ്രമേയമാണ്. ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും സർവേശ്വരനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നും സർവരുടെയും പ്രവർത്തികളുടെ വിവരം ദൈവസന്നിധിയിൽ ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും എല്ലാ പ്രമുഖ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അപ്രകാരം ദൈവസന്നിധിയിൽ ഓരോരുത്തരുടെയും കണക്കുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം എന്ന് ചുരുക്കം. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ ഇത് അവിശ്വസനീയമായ ഒരു സംഗതിയായി മനുഷ്യർ കരുതിയിരുന്നു. കാരണം കോടാനുകോടി വർഷങ്ങളായുള്ള മനുഷ്യ ചരിത്രത്തിലെ ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന പുസ്തകം എങ്ങനെ സൂക്ഷിക്കും, ആര് കൈകാര്യം ചെയ്യും എന്നൊക്കെ മനുഷ്യർ കളിയാക്കി സംസാരിച്ചിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് വിവരസാങ്കേതിക വിദ്യ വികസിച്ചപ്പോഴാണ് എത്ര കോടി വർഷത്തെ വിവരങ്ങൾ പോലും ഒരു ചെറിയ ചിപ്പിനുള്ളിൽ കൃത്യമായി സൂക്ഷിക്കുവാൻ കഴിയും എന്നും അത് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും വർഷങ്ങളുമായി തുറന്ന് ഓരോരുത്തരുടെയും കാലഘട്ടങ്ങളെ വെളിവാക്കി പ്രദർശിപ്പിക്കുന്നതിന് വളരെ ലളിതമായി സാധിക്കും എന്നും തെളിഞ്ഞിരിക്കുന്നത്. കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ദൈവിക പദ്ധതിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ സാങ്കേതിക മികവ് ഈ അടുത്ത കാലത്ത് മാത്രമാണ് മനുഷ്യന് വെളിപ്പെട്ട് കിട്ടിയതും കണ്ടുപിടിക്കാൻ സാധിച്ചതും എന്ന് ചുരുക്കം. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവിക സംസർഗത്തിലായിരുന്ന ദൈവിക മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുത്തിയിരുന്നതിനാലാണ് പഴയ നിയമകാലം മുതൽ ജീവന്റെ പുസ്തകം എന്ന ആശയം അവർ പങ്കുവച്ചത്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിൽ എന്നോട് പാപം ചെയ്തവന്റെ പേർ എൻ്റെ പുസ്തകത്തിൽ ഞാൻ മായ്ച്ചു കളയും എന്ന് യഹോവ മോശയോട് പറയുന്നുണ്ട്. തുടർന്ന് മോശ ദൈവത്തോട് നടത്തുന്ന അഭയയാചനയിലും ജീവന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ട്. ദൈവം സ്വന്തം കൈകൊണ്ട് എഴുതുകയും അന്യായം പ്രവർത്തിക്കുന്നവന്റെ പേർ മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ് ജീവപുസ്തകം, ജീവന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അതിന്റെ ആധികാരികത യഹൂദ സമൂഹം വളരെയേറെ വിശ്വസിച്ചിരുന്നു. സങ്കീർത്തനം 69-ാം അധ്യായം 28-ാം വാക്യത്തിലും 56-ന്റെ 8-ാം വാക്യത്തിലും ജീവന്റെ പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശത്തിൽ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്നതിലായിരിക്കണം, മറ്റൊന്നിലും ആയിരിക്കരുത് എന്ന് കർത്താവ് പറയുന്നു. 70 പേരെ തിരഞ്ഞെടുത്ത് പട്ടണങ്ങൾ തോറും സുവിശേഷീകരണത്തിന് അയക്കുമ്പോൾ അവർ മടങ്ങി വന്ന് ഭൂതങ്ങൾ പോലും നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ സുവിശേഷ വേലയുടെ വിജയത്തെക്കുറിച്ച് വീമ്പിളക്കി സംസാരിച്ചപ്പോൾ കർത്താവ് ഒരു താക്കീത് പോലെ അവരോട് പറയുന്നു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം. എല്ലാ കാലത്തെയും സുവിശേഷകർക്കും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്കും ക്രിസ്തു നൽകുന്ന ഒരു പുതിയ അവബോധമാണിത്. ക്രിസ്തുവിന്റെ നാമത്തിൽ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് ഈ ലോകത്തിലെ എത്ര ജനങ്ങളുടെ പ്രശംസയും കയ്യടിയും കിട്ടിയെന്നല്ല നോക്കേണ്ടത്, മറിച്ച് ദൈവം മുൻപാകെ അതിനെത്ര സ്വീകാര്യത കിട്ടി, ദൈവത്തിനത് എത്രമാത്രം പ്രസാദകരമായിരുന്നു എന്ന ചിന്തയോടെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ വിലയുള്ളതായി തീരുന്നതും അത് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നതും. പരിശുദ്ധനായ പൗലോസ്ലീഹ തൻ്റെ കൂടെ ഫിലിപ്പിയയിലെ സഭയിലും റോമിലും പ്രവർത്തിച്ചിരുന്ന ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലമൻസ് എന്നാണ്. ആ ഒരു സാക്ഷ്യം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടണമെങ്കിൽ എത്രമാത്രം ത്യാഗപൂർണമായിരുന്നിരിക്കണം അദ്ദേഹത്തിന്റെ സുവിശേഷ വേല. ഈ ത്യാഗത്തിന്റെ സുവിശേഷമാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത്. നീതിക്കായി പീഡിപ്പിക്കപ്പെടുമ്പോഴും കർത്താവിന് നിമിത്തം അപമാനങ്ങളും ഉപദ്രവങ്ങളും സഹിക്കേണ്ടി വരുമ്പോഴും നിങ്ങൾക്കെതിരായി സകല തിന്മകളും കളവായി പ്രചരിപ്പിക്കപ്പെടുമ്പോഴും അധൈര്യപ്പെടരുത്, മറിച്ച് സന്തോഷിച്ചു കൊള്ളുക എന്ന് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു. കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കുന്നു എന്നത് തന്നെ. 2000 വർഷങ്ങളായി കർത്താവിന് വേണ്ടി പീഡകൾ സഹിച്ച സ്ലീഹന്മാരും രക്തസാക്ഷികളായ സഹോദരന്മാരും സുവിശേഷ നിമിത്തം ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തിയ മിഷണറി വീരന്മാരുമെല്ലാം
സ്വർഗത്തിൽ തങ്ങളുടെ പേരെഴുതപ്പെടണം എന്ന ആഗ്രഹത്തോടെയും ലക്ഷ്യത്തോടെയും പ്രവർത്തിച്ചവരാണ്. അവർ അതിൽ സന്തോഷം കണ്ടെത്തിയവരുമാണ്. ആകയാൽ ഈ ലോകത്തിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സ്വർഗീയ വിലയിരുത്തൽ നടക്കുന്നുണ്ട് എന്നും അതിലൂടെ ജീവന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ പേരുകൾ ചേർക്കപ്പെടുന്നുണ്ട് എന്നുമുള്ള ബോധത്തോടെ നാം ജീവിച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ എത്ര ശ്രേഷ്ഠമായിരിക്കും. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. നന്ദി, നമസ്കാരം.